മടിയും അലസതയും മാറ്റാനും ആർജവവും ഉത്തരവാദിത്തബോധവും 10 മടങ്ങ് വർദ്ധിപ്പിക്കുവാനും ജീവിതകാലം മുഴുവൻ ജ്വലിച്ചു നിൽക്കുവാനും അതുവഴി ജീവിതത്തിന്റെ നാനാ മേഖലകളിലും വലിയ ഉയർച്ചകൾ നേടുവാനും ഈ കേൾക്കാൻ പോകുന്ന കാര്യം ശക്തമായി ഉപകരിച്ചേക്കാം. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു നാൾ നിങ്ങളിൽ ചിലർ ആനന്ദിക്കും, നിങ്ങളിൽ ചിലർ അത്ഭുതപ്പെട്ടേക്കാം, നിങ്ങളിൽ ചിലർ ഞെട്ടിയേക്കാം. മനോഹരമായൊരു സ്വപ്നം, സുഖകരമായ അവസ്ഥയിൽ നിങ്ങൾ പറക്കുന്ന സ്വപ്നം, സുഖകരമായ അവസ്ഥയിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത സുഖകരമായ അവസ്ഥയിൽ നിങ്ങൾ പറക്കുന്ന സ്വപ്നം. ആഹാ, സൂപ്പർ സ്വപ്നം. ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു പറക്കുന്നത് സ്വപ്നത്തിലെങ്കിലും ഒന്ന് ആസ്വദിക്കണമെന്ന്. ഇപ്പോൾ അത് സംഭവിക്കുന്നു. സൂപ്പർ സ്വപ്നം, പറക്കുന്ന സ്വപ്നം നടക്കട്ടെ. പക്ഷേ എന്തോ ഒരു ചെറിയ പന്തികേട്. നിങ്ങൾ നിങ്ങളുടെ മുറിക്കുള്ളിൽ തന്നെയാണ്, നിങ്ങളുടെ സ്വന്തം മുറിക്കുള്ളിൽ തന്നെ, മുറിക്കുള്ളിൽ മൂലയിൽ മുകളിൽ പറന്നു നിൽക്കുന്നു. ഓക്കെ, നടക്കട്ടെ, തുടരട്ടെ, സ്വപ്നം തുടരട്ടെ. പക്ഷെ വീണ്ടും അതേ പന്തികേട്. നിങ്ങൾക്ക് പറക്കാൻ ആഗ്രഹമാണ്, പറക്കുന്നത് സ്വപ്നത്തിലെങ്കിലും ഒന്ന് ആസ്വദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്തോ ഒരു പന്തികേട്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മുറിക്കുള്ളിൽ മൂലയിൽ മുകളിൽ പറന്നു നിൽക്കുന്നു. താഴേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം കട്ടിലിൽ നിങ്ങളുടെ സ്വന്തം ശരീരം കിടക്കുന്നു. ഇത് വേണ്ട, ഈ സ്വപ്നമൊന്നും വേണ്ട. നിങ്ങൾക്ക് ആ പറക്കൽ മതി, പറന്നു പോയാൽ മതി, നിങ്ങൾക്ക് ആ പറക്കുന്നതൊന്ന് ആസ്വദിച്ചാൽ മതി. പക്ഷേ ആ പന്തികേട് തുടരുന്നു. നിങ്ങളുടെ സ്വന്തം മുറിക്കുള്ളിൽ മൂലയിൽ മുകളിൽ നിങ്ങൾ പറന്നു നിൽക്കുന്നു. താഴേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം കട്ടിലിൽ നിങ്ങളുടെ സ്വന്തം ശരീരം വിറങ്ങലിച്ച് കിടക്കുന്നു. അതിന് ചുറ്റുമിരുന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഏറ്റവും ഉറ്റവർ അതിന് ചുറ്റുമിരുന്ന് ആർത്തലച്ച് കരയുന്നു. നിങ്ങൾക്ക് ആകെ പേടിയാകുന്നു. നിങ്ങൾക്ക് സ്വപ്നവും വേണ്ട, പറക്കലും വേണ്ട, ഒന്നും വേണ്ട, ഒന്ന് ഉണർന്നു കിട്ടിയാൽ മതി. അതാകെ ഭയപ്പെടുത്തുന്ന സ്വപ്നവും വേണ്ട, ഒന്നും വേണ്ട, ഒന്ന് ഉണർന്നു കിട്ടിയാൽ മതി. പക്ഷെ വീണ്ടും ആ പന്തികൾ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ സ്വന്തം മുറിക്കുള്ളിൽ മൂലയിൽ മുകളിൽ പറന്നു നിന്നുകൊണ്ട്, ആ മുറിക്കുള്ളിൽ പറന്നു നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആ വീടിന്റെ മുറ്റം കാണാൻ കഴിയുന്നു. അവിടെ അത് അയൽപ്പക്കക്കാരും നാട്ടുകാരും ചേർന്ന് പന്തലിടുന്നു. ഓ, ഇതാണോ മരണം? ഇതിപ്പോഴോ ഇങ്ങനെയോ? ഇതിപ്പോഴല്ല ഇങ്ങനെയല്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ഒറ്റവർ, അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. അത് അറിയുന്ന വ്യക്തി ഞാനാണ്. ഇത്തരം കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും കൂടുതൽ ഉത്തരവാദിത്വം എടുക്കാൻ അറിയുന്ന ആൾ ഞാനാണ്. പക്ഷെ ഇതിങ്ങനെയല്ല, ഇപ്പോഴല്ല, ഇത് ഞാൻ പ്രതീക്ഷിക്കാത്ത സമയം. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാൻ എനിക്ക് കഴിയും. എൻ്റെ മടിയും അലസതയും ഒക്കെ മാറ്റിവെച്ച് വീണ്ടും ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിങ്ങനെയല്ല, ഇതിനപ്പുറമൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കാൻ, നേടിക്കൊടുക്കാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇതിങ്ങനെയല്ല, ഇപ്പോഴല്ല. ഒരവസരം കൂടെ കിട്ടിയാൽ ഇതൊന്നും പാഴാക്കാതെ ഞാൻ നേടിക്കൊടുക്കും. പക്ഷെ ഇതിങ്ങനെയല്ല, ഇപ്പോഴല്ല, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വൺ മോർ ചാൻസ് പ്ലീസ്. ഒരു അവസരം കൂടെ കിട്ടിയാൽ അതെല്ലാം ഞാൻ നേടിക്കൊടുക്കും. അതിനുള്ള കഴിവ് എനിക്കുണ്ട്, അതിനുള്ള അറിവ് എനിക്കുണ്ട്. എൻ്റെ മടിയും അലസതയും ഉത്തരവാദിത്വ ബോധം ഇല്ലായ്മയും കൊണ്ടാണ്. അതെല്ലാം മാറ്റിവെച്ച്, ആ മടിയും അലസതയും എല്ലാം മാറ്റിവെച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെട്ടല്ലോ, അതിനപ്പുറം നേടിക്കൊടുക്കാൻ എനിക്ക് കഴിയും. പക്ഷെ ഇതിങ്ങനെയല്ല, ഇപ്പോഴല്ല. ദൈവമേ, വൺ മോർ ചാൻസ് പ്ലീസ്. ദൈവമേ, ഒരു അവസരം കൂടി താ പ്ലീസ്. ദൈവമേ, വൺ മോർ ചാൻസ് പ്ലീസ്. കിട്ടുമോ? പല ഉത്തരങ്ങളുണ്ടാകാം. പക്ഷെ അതിന് യഥാർത്ഥ ഉത്തരം കിട്ടും. വൺ മോർ ചാൻസ്, ഒരവസരം കൂടെ ഞാൻ തരാം. വൺ മോർ ചാൻസ്. സത്യം പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. വൺ മോർ ചാൻസ്. ഇതാ എടുത്തോളൂ, ഇപ്പോൾ ഇവിടെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇതാ ഇവിടെ ജീവനോടെ അവശേഷിച്ചിരിക്കുന്നു. ആ വൺ മോർ ചാൻസ് പ്ലീസ്, ഒരവസരം കൂടെ താ എന്ന് നിങ്ങൾ യാചിക്കുമ്പോൾ, നിങ്ങൾ കേഴുമ്പോൾ, ആ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ആ ചാൻസ് ലഭിച്ചിരിക്കുന്നു. ഇതാ വൺ മോർ ചാൻസ്. നിങ്ങൾ ഇതാ ഇപ്പോൾ ഇവിടെ ജീവനോടെ അവശേഷിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് എല്ലാ മടികളും അലസതകളും മാറ്റിവെച്ച് പൂർണ്ണ ആർജവത്തോടെയും ഇച്ഛാശക്തിയോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും ഇറങ്ങി പുറപ്പെട്ടാൽ അവർ ആഗ്രഹിച്ചതിനപ്പുറവും, നിങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറവും നേടിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അതെല്ലാം നേടിയെടുത്ത് ഇച്ഛാശക്തിയോടെ, ഉത്സാഹത്തോടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, നിങ്ങൾ ഏത് മേഖലയിലാണോ ആ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വ ബോധത്തോടെ മടിയും ഉഴപ്പും മാറ്റിവെച്ച് ആ പ്രവർത്തനം നിരതനായാൽ അവർ പ്രതീക്ഷിച്ചതിനപ്പുറവും, നിങ്ങൾ ആഗ്രഹിച്ചതിനപ്പുറവും നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അതെല്ലാം ദീർഘായുസോടെ, ഈ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതം ദീർഘായുസോടെ അതെല്ലാം നേടിക്കൊടുത്തതിന് ശേഷവും നിങ്ങളതാ പറന്നുയരുന്നു. അപ്പോഴും അവിടെ ഇരുന്നവർ, ആ ഉറ്റവർ ആർത്തലച്ച് കരയുന്നു. ആ കരച്ചിൽ നിങ്ങൾ ആസ്വദിക്കുന്നു. നോ പ്രോബ്ലം, ടാറ്റ, ബൈ എന്ന് പറഞ്ഞു പോകാനുള്ളൊരു ജീവിതമായിരിക്കണം ഈ നിമിഷം മുതൽ ഇനി അങ്ങോട്ട് നിങ്ങൾ നടപ്പാക്കേണ്ടുന്നത്. കാരണം ആ എല്ലാം ആർജവത്തോടെ, ഇച്ഛാശക്തിയോടെ, മടിയും ഉഴപ്പും എല്ലാം മാറ്റിവെച്ച് അതെല്ലാം നേടിക്കൊടുത്തതിന് ശേഷമുള്ള ആ കരച്ചിലുണ്ടല്ലോ, അത് നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും കൊണ്ടുമുള്ള കരച്ചിലാണ്. അതും സാർത്ഥകമായ ജീവിതം നയിച്ചതിന് ശേഷം പോകുമ്പോൾ അതും നിങ്ങൾക്ക് ആസ്വദിച്ചു പോകുവാൻ കഴിയും. ലോകമെമ്പാടുമുള്ള നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, മരണത്തിന് തൊട്ടടുത്തുള്ള ആ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്
കേസുകൾ പഠനം നടത്തുന്ന ആളുകൾ പറയുന്നത്. അതായത് മരിച്ചു എന്ന് വിധി എഴുതിയതിനു ശേഷവും ഡോക്ടർമാരുടെ പാനലുകളും ഒക്കെ മരിച്ചു എന്ന് വിധി എഴുതിയതിനു ശേഷവും പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അനേകരുണ്ട്. നിങ്ങളും അത് വായിച്ചും കേട്ടുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാകാമല്ലോ. ഒരു പക്ഷേ മോർച്ചറിയിൽ നിന്ന് തിരികെ എടുത്ത് പോസ്റ്റ്മോർട്ടം ടേബിളിൽ കീറി മുറിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ജീവൻ കണ്ട് അങ്ങനെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അനേകം ആളുകളുണ്ട്. അതിലേക്ക് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, പരമാവധി പെട്ടെന്ന് ചുരുക്കി പറയാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഏതായാലും അത്തരം നിയർ ഡെത്ത് എക്സ്പീരിയൻസ് നടന്ന ആളുകളെ പിന്നീട് അവരോട് പഠനങ്ങൾ നടത്തിയപ്പോൾ, അവരെക്കുറിച്ച് പഠിച്ചപ്പോൾ, അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ, ആ സമയത്തെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഏതാണ്ട് 90% ആളുകളും ഒരേ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ആ എക്സ്പീരിയൻസിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ അവരുടെ ചിന്തകളെ കുറിച്ച് ചോദിച്ചപ്പോൾ, അവരുടെ ആ സമയത്തെ ചിന്തകൾ എന്തായിരുന്നു എന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത്, എൻ്റെ ഉറ്റവർക്ക് ഇതിനേക്കാൾ കൂടുതൽ ഭൗതിക സമ്പത്തുക്കൾ ആർജിച്ചു കൊടുക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നല്ലോ, കുറെ കൂടെ ഉത്സാഹിച്ചിരുന്നെങ്കിൽ, മടിയും അലസതയും മാറ്റിവെച്ച് കുറെ കൂടി റെസ്പോൺസിബിളായി ഉത്തരവാദിത്വ ബോധത്തോടെ ഞാൻ പ്രയത്നിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഭൗതിക സമ്പത്തുക്കൾ നേടിക്കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ എന്നുള്ള ചിന്തയായിരുന്നു ആ സമയത്ത് മനസ്സിലൂടെ കടന്നു പോന്നിരുന്നത് എന്നാണ് അതിലെ ഭൂരിപക്ഷം ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: ഭൗതിക ജീവിതം, ഭൗതിക സമ്പത്ത് ആർജിക്കുന്നതിനും കൂടെ പ്രയോറിറ്റി, മുൻഗണന കൊടുക്കേണ്ടുന്നതാണ്. ഭൗതിക ജീവിതം എന്നാൽ ഭൗതിക സമ്പത്തിനും കൂടെ, കാരണം ഭൗതിക സമ്പത്തും കൂടി ഉണ്ടെങ്കിലേ മറ്റെല്ലാ ഏരിയകളിലും സന്തോഷകരമായി ജീവിച്ചു പോകാൻ കഴിയുകയുള്ളൂ. അതിനാൽ തന്നെ ആ ഭൗതിക സമ്പത്തുക്കൾ ആർജിക്കുന്നതിനും പ്രാധാന്യം കൊടുക്കണം. അതുതന്നെയാണ് ആ ഒരു പ്രാധാന്യമാണ് ആ ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് നേരിട്ട ആളുകളുടെ ആ സമയത്തെ ചിന്തയിൽ നിന്നും, ആ ചിന്ത പങ്കുവെക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് മുൻപ് മറ്റുള്ളവരുടെ ജീവിതത്തിലെ അനുഭവ പാഠങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ടത് ചെയ്യുന്നവരാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ അനുഭവങ്ങളല്ല, മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും യാഥാർത്ഥ്യബോധത്തോടെ അതിലെ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ടത് ചെയ്യുന്നവർ തന്നെയാണ് ജീവിതത്തിന്റെ നാനാ മേഖലകളിലും വിജയം നേടുന്നത്. പിന്നോട്ട് പോയി ഒരു പുതിയ ജീവിതം ആരംഭിച്ച് വിജയിക്കുവാൻ ആർക്കും കഴിയില്ലായിരിക്കാം. പക്ഷെ ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ച് ഇനി അങ്ങോട്ടുള്ള ജീവിതം വിജയത്തിലെത്തിക്കുവാൻ എല്ലാവർക്കും കഴിയും. ഒരു മരം നടുവാനുള്ള ഏറ്റവും നല്ല സമയം 20 വർഷം മുൻപായിരുന്നു. അതിനുശേഷമുള്ള ഏറ്റവും നല്ല സമയം ഇന്നാണ്. എന്ത് കാര്യങ്ങളും ആരംഭിക്കുവാൻ ഏറ്റവും നല്ല സമയം, ദ ബെസ്റ്റ് ടൈം ഇന്നാണ്. ഇന്നു മുതൽ എല്ലാ മടികളും അലസതകളും മാറ്റിവെച്ചുകൊണ്ട്, റിലൻറ്റ്ലെസ്ലി കഠോരമായി മാറ്റിവെച്ചുകൊണ്ട്, ആർജവത്തോടെയും ഉരുക്കുതുല്യം ഇച്ഛാശക്തിയോടെയും ഉജ്ജ്വലമായ ഊർജ്ജസ്വലതയോടെയും മാനസികവും ഭൗതികവുമായ മേഖലകളിൽ പ്രവർത്തന നിരതരാവുക. ഈ വീഡിയോ എല്ലാ ദിവസവും കാണാൻ കഴിഞ്ഞാൽ നല്ലതാണ്. കഴിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ വീഡിയോ കാണുന്നത് ഏറെ പ്രയോജനകരമാകും. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക്